ഓം നമ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മാതംഗേ നമ. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്യാമള ദണ്ഡകത്തിലെ 16ാമത്തെ ദണ്ഡകമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭക്തിഭാജാം പരം ശ്രേയസേ കൽപ്പസേ യോഗിന മാനസേ ദ്യോതസേ ഛന്ദസാ മോജസാ പ്രാജസേ ഗീതവിദ്യാ വിനോദാദി തൃഷ്ണേന കൃഷ്ണേന സംപൂജ്യസേ ഭക്തിമച്ഛേതസാ വേദസാ സ്തൂയസേ വിശ്വഹൃദ്യേന വാദ്യേന വിദ്യാധരിർ ഗീയസേ. ഇത്രയുമാണ് 16ാമത്തെ ദണ്ഡകം. ഇതിൻ്റെ അർത്ഥം ഭക്തിഭാജാം പരം ശ്രേയസേ കൽപ്പസേ, ഭക്തന്മാർക്ക് പരമമായ ശ്രേയസ് കൽപ്പിച്ചു നൽകുന്നവളെ. യോഗിനാം മാനസേ ദ്യോതസേ, യോഗികളുടെ മനസ്സിൽ പ്രകാശിക്കുന്നവളെ. ഛന്ദസാ മോജസാ പ്രാജസേ, വേദമന്ത്രങ്ങളിൽ ചൈതന്യവത്തായി ശോഭിക്കുന്നവളെ, അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ എല്ലാം സാരമായിരിക്കുന്നവളെ. ഗീതവിദ്യാ വിനോദാദി തൃഷ്ണേന കൃഷ്ണേന സംപൂജ്യസേ, ഗീതവിദ്യ സംഗീതവിദ്യ, വിനോദാദി വിനോദിക്കാൻ, തൃഷ്ണേന കൃഷ്ണേന അതീവ തൽപരനായ ശ്രീകൃഷ്ണനാൽ സംപൂജ്യസേ പൂജിക്കപ്പെടുന്നവളെ. അപ്പോൾ സംഗീതവിദ്യയിൽ വിനോദിക്കാൻ അതീവ തൽപരനായ ശ്രീകൃഷ്ണനാൽ പൂജിക്കപ്പെടുന്നവളെ. ഭക്തിമച്ഛേദസ വേദസ സ്തുയസേ, വേദസ് എന്ന് പറയുന്നത് ബ്രഹ്മാവ്. അവ ഭക്തി നിറഞ്ഞ മനസ്സാൽ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നവളെ. വിശ്വഹൃദ്യേന വാദ്യേന വിദ്യാധരൈർ ഗീയസേ, വിശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, വിദ്യാധരന്മാരാൽ വിശ്വം മയക്കുന്ന വാദ്യഘോഷത്താൽ സ്തുതിക്കപ്പെടുന്നവളെ എന്ന് സാരം. അങ്ങനെയുള്ള ശ്യാമളാദേവി ജയിച്ചാലും. ഭക്തിഭാജാം പരം ശ്രേയസേ കൽപ്പസേ യോഗിനാം മാനസേ ദ്യോതസേ ഛന്ദസാ മോജസാ പ്രാജസേ ഗീതവിദ്യാ വിനോദാദി തൃഷ്ണേന കൃഷ്ണേന സംപൂജ്യസേ ഭക്തിമച്ഛേദസാ വേദസാ സ്തൂയസേ വിശ്വഹൃദ്യേന വാദ്യേന വിദ്യാധരിർ ഗീയസേ. ഹരി ഓം.